തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വടകരയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ വിവാദം സൃഷ്ടിച്ച സംഭവമാണ് വ്യാജ കാപ്പർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസ്. അതിൽ വലിയ ചൂടേറിയ ഒരു വാദം ഒക്കെയായിരുന്നു ഈ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഇന്നലെ നടന്നത്. അതിൽ ഇന്ന് വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുകയാണ്. അതായത് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച ഹർജി പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കോടതി ഇതിൽ വിധി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ഡിവൈഎഫ്ഐ നേതാവ് ആയിട്ടുള്ള ജിതിൻ ഭാസ്കറിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡിലാവുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നത്. ആ ജാമ്യം റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം. ജിതിന്റെ ജാമ്യം റദ്ദാക്കാനായി പോലീസ് ചൂണ്ടിക്കാട്ടിയത് ജിതിൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റും ഒപ്പം തന്നെ ജിതിന് സ്വീകരണം നൽകിയപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചു, മാർഗ തടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ കേസുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതിൽ ജാമ്യം റദ്ദാക്കണമെന്നൊരു വാദം പ്രോസിക്യൂഷൻ ഭാഗം ഉന്നയിച്ചത്, പ്രത്യേക അന്വേഷണ സംഘത്തിന് വേണ്ടി ഉന്നയിച്ചത്. എന്നാൽ അത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് മജിസ്ട്രേറ്റ് NS അലി ഫാത്തിമ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ജിതിന്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി മാത്രം കേസുകൾ കെട്ടിച്ചമയ്ക്കുകയാണ് ചെയ്തത് എന്ന് പ്രതിഭാഗം ഇന്നലെ വാദിച്ചിരുന്നു. 3/4 മണിക്കൂർ നീണ്ട വാദമായിരുന്നു നടന്നത്. അതിനുശേഷമാണ് ഇന്ന് ഇത്തരമൊരു വിധി ഉണ്ടായിരിക്കുന്നത്. ശരി, എന്തായാലും വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിലാണ് ഇപ്പോൾ SITക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പ്രതിയായ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി ഇപ്പോൾ വടകര JFCM കോടതി തള്ളിയിരിക്കുകയാണ്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.